So hello, what's up guys, it's me Rodaction. Welcome back to another video. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഹൈറ്റെയിൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നമ്മുടെ കഴിഞ്ഞ ഹൈറ്റെയിലിൻ്റെ വീഡിയോ കാരണം അങ്ങനെ പി സി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തപ്പോഴത്തേനും കുറേ പേര് നമ്മുടെ കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ അങ്ങനെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാൻ പോവാണ്. എനിവേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുറേ റിസർച്ചും കാരണം ചെയ്തതിന് ഫൈനലി ആകുമ്പം റിയലൈസ് ചെയ്തു സംഭവം. അതായത് ഹൈറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഡിവൈസസിലൊന്നും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് ഒരു പി സി ഗെയിം മാത്രമാണ്. ആൻഡ് ആ പി സി ഗെയിം തന്നെ നമുക്ക് എന്താ പറയുക, വിൻഡോസ് എമുലേറ്റർ വെച്ചിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷെ പ്ലേ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു ഹൈ എൻഡ് ഡിവൈസ് വേണം. അത് മാത്രമല്ല, അത് പ്ലേ ചെയ്യണമെങ്കിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു നമ്മുടെ ഹൈറ്റെയിൽ എന്ന് പറഞ്ഞ ഗെയിം പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ഗെയിം കളിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് ഒരിക്കലും ഫോണിൽ സപ്പോർട്ട് ചെയ്യത്തില്ല ആ ഗെയിം. ആൻഡ് അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷ വിടാം. അതിന് പകരമായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ എന്താ പോകുന്നത് വെച്ചാൽ ഹൈറ്റെയിലിൻ്റെ സെയിം കോപ്പി ആയിട്ടുള്ളൊരു ഗെയിം, എന്നാൽ ജസ്റ്റ് കഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം 700 MB അങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സംഭവം ആ ഒരു ഗെയിമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. സംഭവം ഹൈറ്റെയിൽ സെയിം ഹൈറ്റെയിൽ തന്നെ, എന്നാൽ പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഹുഡിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ആൻഡ് നമ്മുടെ ഇൻവെൻട്രിയിൽ അങ്ങനെ ചെറിയ കുറച്ച് അങ്ങോട്ടോട്ട് വ്യത്യാസമുള്ളൂ. ഏകദേശം ഫോണിലുള്ള ഹൈറ്റെയിൽ എന്ന് പറയാൻ പറ്റുന്ന അത്യാവശ്യം ഹൈറ്റെയിൽ പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻക്രാഫ്റ്റ് ലൈക്ക് ഒരു ഗെയിമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചേഴ്സൊക്കെ ഏകദേശം ഈ ഒരു ഗെയിമിൽ തന്നെ സെയിം ആണ്. ആൻഡ് കുറച്ച് ക്യാരക്ടർ കസ്റ്റമൈസിനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ഗെയ്സ് നമുക്ക് ആ ഗെയിം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ഏതാണ് ഗെയിം എന്നൊക്കെ നോക്കാം. അതിന് പറ്റി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് പ്ലേ സ്റ്റോർ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് മിനി വേൾഡ് ക്രിയേറ്റ് എന്ന് വെച്ചാൽ ഇത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗെയിമാണ്. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്ലേയിങ് കാർഡിലൊക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്തായാലും ഗെയിം കാർഡിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ലോഞ്ചിങ് എന്ന് പറഞ്ഞ് കുറച്ച് കാണിക്കും. ആൻഡ് ഞാനിപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് കളിക്കുന്നത്, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കാർഡിൽ കളിക്കാം. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന വെച്ചാൽ കുറേ മാപ്പും കാർഡിലൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് കളിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ ഓൺലൈനിലാണ് പോകുന്നത്. ഓക്കെ, ഞാൻ ഇതൊരു ഓഫ്ലൈനിലോട്ട് ആക്കാം. ഓക്കെ, ഇതെല്ലാം ഇവിടെ കുറച്ച് മിനി വേൾഡ് കുറച്ച് ഇൻസ്റ്റാളേഷനുകളാണ്, അത് ക്യാൻസൽ ചെയ്യാം. സംഭവം കേസാൽ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഓഫ്ലൈനായിട്ട് എടുക്കുക. ഓഫ്ലൈൻ ആക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. ആൻഡ് ഇവിടെ ജസ്റ്റ് ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞു, ഞാൻ ഓൾറെഡി കുറച്ച് 2 വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഓഫ്ലൈനിൽ ഇങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് ഞാൻ ജസ്റ്റ് കയറാനായിട്ട് പോകണം. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം മോഡ് നമുക്ക് എക്സ്ട്രാ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ഇത് ബുക്ക് ചെയ്തൊരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സിംഗിൾ പ്ലെയർ ഗെയിം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമിലും കാരണം കയറുന്നുണ്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഗെയിമിൽ കയറിയിട്ടുള്ള ഗെയിം പ്ലേ നിങ്ങളെ കാണിക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഗെയിമിലും കാരണം ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഗെയിം. എനിക്കറിയാം ഹൈറ്റെയിലുമായിട്ട് വലിയ ലുക്കും ഒന്നും ഇല്ലെങ്കിലും ഹൈറ്റെയിലിൻ്റെ സ്റ്റോറി അല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ഏകദേശം മൈൻക്രാഫ്റ്റ് ഹൈറ്റെയിലൊക്കെ പോയി നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. ഇതിനകത്ത് ക്രാഫ്റ്റിങ്ങും എല്ലാം ഉണ്ട്, കുറച്ച് ആനിമൽസ് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൊബൈലിലായതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് മൈൻക്രാഫ്റ്റുകൂടെ തന്നെ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ചെടിയെല്ലാം എടുക്കാനായിട്ട് പറ്റും. ഇതിലൂടെ കട്ട് ചെയ്യാൻ മരമൊക്കെ മുറിക്കാനായിട്ട് സാധിക്കും. സംഭവം ഗൈസ്, ഇത് ഏകദേശം ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ടെക്സ്ചർ പാക്ക് കിട്ടുപോലെ ഇരിക്കുമെങ്കിലും ഇറ്റ് ഈസ് ക്വൈറ്റ് ഗ്രേറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഏകദേശം ലോ എൻ്റെ ഡിവൈസിലെല്ലാം പറ്റും. ഞാനിപ്പോൾ ഇത് അൾട്രാ മാക്സ് ഗ്രാഫിക്സ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലുക്ക്. നമുക്ക് ആർമേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, ജസ്റ്റ് ക്രാഫ്റ്റിൽ പോയിട്ട് അവിടെ നിന്നുള്ള ആ സാധനങ്ങളെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം തന്നെ കുറച്ച് പോകുമ്പോൾ ഇവിടെ ആനിമൽസ് ഉണ്ട്. ഇതൊരു വൂൾഫാണ്. ഓക്കെ, നമുക്ക് വൂൾഫിന് ഇങ്ങനെ ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് മുകളിലായിട്ട് അവൻ്റെ ഹെൽത്ത് ബാറും കാര്യങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ആനിമൽസിൻ്റെ നമുക്ക് സ്കിന്നും അല്ലെ ഫുഡ് നമുക്ക് എടുക്കാൻ പറ്റും. ആനിമൽസിന് സ്റ്റേക്ക് മീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ആൻഡ് അതുപോലെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സംഭവം കഴിച്ച് എന്തായാലും നിങ്ങൾ ജസ്റ്റ് നമുക്ക് എന്തായാലും കുറച്ച് ഓടാം. ഓക്കെ, ആ വൂൾഫിൻ്റെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തോ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഏത് ഗെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും അടുത്ത ഏത് ഗെയിം വേണം, അല്ലെങ്കിൽ ഏത് ഗെയിം ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇത് കയറി നോക്കി. ഇവിടെ എന്താണ് സ്റ്റേഷൻ എനർജി നോട്ട് ആക്ടിവേറ്റ്. ഓക്കെ, ഇവിടെ എന്താ സംഭവം എല്ലാം കൊണ്ടൊക്കെ ലീവ് ചെയ്യാം.
സോ ഗൈസ് എന്തായാലും ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും ഞാൻ ലീവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വൂൾഫ് നമ്മുടെ പുറകെ നേരത്തെ വരുമായിരുന്നു. ഒരടി കൊടുത്തിട്ടാണ് പുറകെ എടുത്തത്. ഓക്കെ, നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഓക്കെ 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 ഓടിയോ ഓടിയോ കവനോട് തട്ടുള്ളൂ. ഓക്കെ പോയിട്ടുണ്ട്. ഓക്കെ 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 നമ്മളത് ഡെഡ് ആയിട്ടുണ്ട്. സോ ഗൈസ് അപ്പം എന്തായാലും ഈ ഒരു ഗെയിമും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ആൻഡ് ഗൈസ് എനിക്ക് ഹൈറ്റയിൽ തരാൻ പറ്റിയത് നല്ല വിഷമമുണ്ട്. കാര്യം ഞാൻ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഒരുപാട് റിസർച്ചും കാര്യം നോക്കിയതാണ് എങ്ങനെ ഫോണിൽ ചെയ്യാന്നുള്ളത്. ബട്ട് ലൈക്ക് പ്രോപ്പറായിട്ടുള്ള ട്യൂട്ടോറിയൽ എവിടെയും കണ്ടില്ല. ഫോറംസ് ഒക്കെ റിസർച്ച് ചെയ്തു, ബട്ട് എനിക്ക് തരാൻ പറ്റില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് ഇമ്പോസിബിൾ ആണെന്നുള്ളതാണ് ഈ ഒരു ഫോണിലൊക്കെ ചെയ്യുന്നുള്ളത്. സോ നിങ്ങളിങ്ങനെ APK ഫയലൊന്നും പോയി ഇൻസ്റ്റാൾ ചെയ്ത് അതൊക്കെ വൈറസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഫോണിലായതുകൊണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ആൻഡ് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഹൈറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം ഒരിക്കലും മൊബൈലിൽ സപ്പോർട്ട് തരുന്നില്ല. അതായത് അവർ തരുന്നില്ല, ഭാവി തരാൻ സാധ്യത ഉണ്ടെന്നല്ലാതെ ഇപ്പോൾ അവർ ഹൈറ്റെയിൽ എന്ന് പറഞ്ഞ ഗെയിം മൊബൈലിൽ സപ്പോർട്ട് തരുന്നില്ല. ആൻഡ് ചില ആൾക്കാർക്ക് നിങ്ങൾ ഗൂഗിളൊക്കെ പോയ ടൈമിൽ APK കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യരുത് ഗൈസ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ റോഡക്സ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്.